വൈക്കം നഗരസഭ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഉറവിട ജൈവമാലിന്യ സംസ്കരണ ഉപാധിയായ ബൊക്കാഷി ബക്കറ്റിൻ്റെ വിതരണോദ്ഘാടനം വൈക്കം നഗരസഭ ചെയർപേഴ്സൺ ശ്രീമതി പ്രീത രാജേഷ് നിർവഹിച്ചു. നമ്മുടെ ഫുഡ് വേസ്റ്റ് അത് നമ്മുടെ വീട്ടിൽ തന്നെ സംസ്കരിക്കണം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കൗൺസിലിന്റെ തുടക്കത്തിൽ തന്നെ ബക്കറ്റ് കമ്പോസ്റ്റ് ആദ്യമായിട്ട് വൈക്കം നഗരസഭയിൽ ജൈവ മാലിന്യം സംസ്കരിക്കാൻ ഒരു ഉപാധി നമ്മൾ ബക്കറ്റ് കമ്പോസ്റ്റ് വെച്ചത്. ആദ്യഘട്ടമായി 60 പേർക്കാണ് ബൊക്കാഷി ബക്കറ്റ് വിതരണം ചെയ്യുന്നത്. ഗാർഹിക ജൈവമാലിന്യ സംസ്കരണ സംവിധാനമായ ബൊക്കാഷി ബക്കറ്റുകൾ ജാപ്പനീസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അടുക്കള മാലിന്യം ജൈവവളമാക്കി മാറ്റുന്നു. അടുക്കള മാലിന്യത്തെ ബൊക്കാഷിയിലൂടെ വളമാക്കി മാറ്റുമ്പോൾ ഒരു തരത്തിലുള്ള ദുർഗന്ധമോ പുഴുക്കളോ ഉണ്ടാവില്ല എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. വീടിന് അകത്തു തന്നെ സൂക്ഷിക്കുവാൻ സാധിക്കും എന്നതും ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. വായു കടക്കാത്ത രീതിയിലാണ് ബൊക്കാഷി ബക്കറ്റിൻ്റെ രൂപകൽപ്പന. പ്രസ്തുത പരിപാടിയിൽ വൈസ് ചെയർമാൻ PT സുഭാഷ് അധ്യക്ഷത വഹിച്ചു. ഉറവിട മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി മുനിസിപ്പാലിറ്റി ഏകദേശം ഒരു 14 ലക്ഷം രൂപയോളം തുക വകയിരുത്തിക്കൊണ്ടാണ് ഈ പദ്ധതി നാം ഇവിടെ ആരംഭിക്കുന്നത്. സ്വാഭാവികമായും മുനിസിപ്പാലിറ്റിയിൽ 180ഓളം അപേക്ഷകർ ഇതിനുണ്ടായിരുന്നു. ആ അപേക്ഷകരിൽ എല്ലാ ആളുകളും തന്നെ ഗുണഭോക്തൃ വിഹിതം അടച്ച് ഇത് സ്വീകരിക്കുമെന്നാണ് നമ്മൾ ഈ പദ്ധതി വിഭാവനം ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ 60ഓളം പേര് മാത്രമാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പൈസ അടച്ചിട്ടുള്ളത്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ബിന്ദു ഷാജി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി സിന്ധു സജീവൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ അയ്യപ്പൻ, കൗൺസിലർമാരായ ശ്രീ അശോകൻ വെള്ളവേലിൽ, ബിജിമോൾ, B രാജശേഖരൻ, നഗരസഭാ സെക്രട്ടറി ശ്രീമതി സൗമ്യ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. വിഷൻ ന്യൂസ്, വൈക്കം.